നേരെ ഡൽഹിയിലേക്ക് പോകാം. അവിടെ മഹാശിവരാത്രി ആഘോഷ നിറവിൽ ഡൽഹി പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം രാവിലെ ആരംഭിച്ച ചടങ്ങുകളിൽ പ്രധാനം ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിക്കുന്ന മഹാദീപാർച്ചനയാണ്. രാത്രി അന്നദാനത്തോടുകൂടി മഹാശിവരാത്രി ആഘോഷങ്ങൾ സമാപിക്കും. ശ്രീകാന്ത് ചേരുന്നുണ്ട്. അവിടെ നിന്നും നമ്മളോടൊപ്പം ആ തത്സമയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ശ്രീകാന്ത് പറയും. രോഹിണി, ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അവിടെ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഭഗവാൻ പരമശിവൻ കുടികൊള്ളുന്നത്. അതിൻ്റെ വലിയ പ്രത്യേകത കൂടിയുണ്ട് ഈ മഹാശിവരാത്രി ദിവസം. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച മഹാശിവരാത്രി ആഘോഷങ്ങളാണ്. അത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഈ മഹാദീപാർച്ചനയാണ്. അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്ക് ഇപ്പോൾ ഈ പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ഉണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. നമുക്ക് ക്ഷേത്രത്തിൻ്റെ സ്ഥാപക രക്ഷാധികാരി കൂടി ആയ AK ഭാസ്കർജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഭാസ്കർജി, ഇപ്പോൾ ഈ ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പുഷ്പവിഹാർ. അവിടെ ഈ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ്. എങ്ങനെയുണ്ട് ആഘോഷങ്ങൾ? മുൻകാലങ്ങളെ അപേക്ഷിച്ച് ധാരാളം ഭക്തജനങ്ങൾ കൂടി എത്തിയിട്ടുണ്ട്. സത്യത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളും ഇതിനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ദുർലഭം ക്ഷേത്രങ്ങളെ ഉണ്ടാവുള്ളൂ ഒരു കുടുംബമായിരിക്കുന്നത്. ആ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെയും നമ്മളുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും, കല്യാണം കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കല്യാണം വേഗം കഴിയുന്നു, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നു, കുടുംബത്തിന് വേണ്ട എല്ലാ നമ്മളുടെ സൗകര്യങ്ങളും നമ്മൾക്ക് ഒരുക്കി തരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. കാരണം എല്ലാം ഒരു റിയാലിറ്റി ആണെങ്കിലും അത് സത്യത്തിലെ പല ഭാഗങ്ങളും ചേർന്നാണ് ഓരോ ക്ഷേത്രങ്ങളും, പള്ളികളായാലും അത് മസ്ജിദായാലും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട്. ഈ ക്ഷേത്രത്തിൻ്റെ രീതി, ഇവിടുത്തെ ഈ ചെയ്തികളെല്ലാം വളരെ വിഭിന്നമായിട്ടാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കൂടെ കാണുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനോട് കൂടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ അതിലുണ്ട്. എന്തിനായാലും വേണ്ടില്ല, ഇവിടെ വന്ന് ഭജിക്കുന്ന ഭക്തർക്ക് അവരുടെ പല കാര്യങ്ങളും സിദ്ധി കിട്ടുന്നതുകൊണ്ട്, അതായത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു, കുടുംബമില്ലാത്തവർക്ക് കുടുംബം ഉണ്ടാകുന്നു, കുട്ടികളുടെ കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ പല സദ്ഗുണങ്ങളുമുണ്ട്. അതിനെ നമ്മൾ വിലയിരുത്തണം. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ദീപാരാധനയ്ക്ക് മുന്നോടിയായുള്ള മഹാദീപാർച്ചനയാണ്. കുറച്ച് പുറത്തേക്ക് കൂടി നമുക്കൊന്ന് പോയാൽ ഇവിടുത്തെ കുറെ കൂടി വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഡൽഹിയിലെ എല്ലാ ഭക്തജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബമായി എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അക്കാര്യം മനസ്സിലാകും. ഇതിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, വൃദ്ധർ വരെയുള്ളവർ ഒരേ മനസ്സോടെ ഇവിടെ എത്തി മഹാദേവന് ഈ മഹാദീപാർച്ചന സമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ക്ഷേത്രത്തിലെ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഡൽഹി NCRലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിലൊന്ന്. അവിടുത്തെ മഹാശിവരാത്രിയാണ് നടക്കുന്നത്. ധാരാളം ഭക്തർ എത്തിയിട്ടുണ്ട്. പുഷ്പ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തെ പറയുകയാണെങ്കിൽ ഡൽഹി NCRലെ ഏറ്റവും വലിയൊരു അയ്യപ്പ ക്ഷേത്രമാണ്. ഇവിടെ വർഷങ്ങളായി നടന്നു വരുന്നൊരു ഉത്സവമാണ് മഹാശിവരാത്രി. ഈ വർഷം വളരെ വിപുലമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓൾറെഡി ഇവിടെ ഒഴുകി എത്തിയിരിക്കുകയാണ്. അത് ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റുകയാണ്. നമ്മളെ ഇവിടെ പല രീതിയിൽ ദീപം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഈ മഹാദീപാർച്ചന ഇവിടെ നടക്കുകയാണ്. ഏതാണ്ട് 7 മണിവരെ ഈ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഈ മഹാദീപാർച്ചനയുടെ ഭാഗമാകുന്നതിനുള്ള സൗകര്യമുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനം രോഹിണി, ഇത് ഭാഷാ ദേശവ്യത്യാസങ്ങളില്ലാതെയാണ് മറുനാട്ടിലുള്ള ആളുകൾ പോലും ഈ വിശേഷ ദിവസം മഹാശിവരാത്രി ദിവസം ഇവിടേക്ക് ഒഴുകിയെത്തി ഈ പൂജകളിൽ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാശിവരാത്രി ഒരു ആഘോഷം, വലിയ ആഘോഷമായി മാറുകയാണ് ഈ പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ. ശരി ശ്രീകാന്ത്.